ഹല്ലേലൂയ. ഞാന് കത്തോലിക്ക സഭാവിഭാഗത്തില് ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ പിതാവ് കത്തോലിക്ക സഭയിലെ അംഗമാണ്, മാതാവും അപ്രകാരമാണ്. ഞങ്ങളെ കുടുംബമായി കത്തോലിക്ക സഭയില് ആരാധനയ്ക്ക് പോകുമായിരുന്നു. അവിടുത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. എനിക്ക് ചെറുപ്പം മുതൽ ഒരു ദൈവഭക്തി ഉണ്ടായിരുന്നു ഹൃദയത്തില്. അങ്ങനെ കുറെ കാലം പോയി. ഏകദേശം ഒരു 28 വയസ്സോളം കത്തോലിക്ക സഭയില് കടന്നു പോകുവാനിടയായി. അവിടുത്തെ പ്രാർത്ഥനകള്, അവിടുത്തെ ചൊല്ലുകള് ഒക്കെ ഞാൻ ചൊല്ലുവാനിടയായി. പിന്നീട് ഞാൻ 4-5 വർഷം അവിടെ കപ്പ്യാരായി ജോലി ചെയ്യുവാനിടയായി. കപ്പ്യാൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ മണി അടിക്കുന്നയാള്. അങ്ങനെ ചെയ്തു വരവേ എൻ്റെ നാട്ടില് ഒരു പെന്തക്കോസ്ത പാസ്റ്റർ കൺവെൻഷൻ യോഗങ്ങള് വർഷം തോറും വയ്ക്കുവാൻ ഇടയായി തീരാറുണ്ട്. വർഷം തോറും അദ്ദേഹം കൺവെൻഷൻ യോഗം നടത്താറുണ്ട്. പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരെ വിളിച്ച് താൻ പ്രസംഗിപ്പിക്കുമായിരുന്നു. എന്നാൽ ഞാൻ ആ കൺവെൻഷൻ യോഗത്തില് കടന്നുപോയി ദൈവത്തിന്റെ വചനമൊക്കെ കേൾക്കുമായി. അങ്ങനെ അവിടെ പോയി പ്രസംഗം കേൾക്കും. എന്നാൽ പെന്തക്കോസ്ത് ചർച്ചിൽ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ചർച്ചിൽ പോകാറില്ല. അദ്ദേഹം എൻ്റെ ഭവനത്തിൽ ആഴ്ച തോറും പ്രാർത്ഥനയ്ക്കായി ആ വീട്ടിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വരാറുണ്ട്. പ്രാർത്ഥിപ്പാൻ വരും, അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പോകും. ഞാനിങ്ങനെ കത്തോലിക്ക സഭയിൽ പോയി വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെറുപ്പം മുതല് വായിക്കാൻ അറിയാവുന്ന കാലം മുതല് വേദപുസ്തകം വായിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. വേദപുസ്തകം വായിച്ചപ്പോൾ ശമൂവേലിന്റെ പുസ്തകമൊക്കെ വായിപ്പാൻ തുടങ്ങി. ശമൂവേലിന്റെ പുസ്തകം വായിച്ചപ്പോൾ ശമൂവേലിനോട് ദൈവം സംസാരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ശമൂവേലിനോട് ദൈവം സംസാരിച്ചു, ദൈവം ഇടപെടുന്നത് കാണുവാൻ കഴിയും. അതുപോലെ എന്നോട് എന്തുകൊണ്ട് ദൈവം സംസാരിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിപ്പാനായി തുടങ്ങി. അതുകൊണ്ട് ദൈവം എന്നോട് അതുപോലെ ഇടപെടേണ്ടതിന്, അതുപോലെ സംസാരിക്കേണ്ടതിന് ഞാന് എൻ്റെ ആലയത്തിലെ കത്തോലിക്ക സഭയിലുള്ള അവിടെയുള്ള ചൊല്ലുകള്, അവിടെ എഴുതി തന്ന പ്രാർത്ഥനകള് ഞാൻ ചൊല്ലുവാനായിട്ട് ഉണ്ടാക്കി. മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായി നടപടിയായി ചൊല്ലി. പക്ഷേ ദൈവം എന്നോട് സംസാരിപ്പാനിടയായില്ല. ആ ദൈവത്തിന്റെ ഇടപെടല് എന്നിൽ ഉണ്ടാകുവാനിടയായില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ ചോദ്യം ഉന്നയിപ്പാനായി തുടങ്ങി. അപ്പൊ പിന്നീട് അപ്പോഴും ഞാൻ ഈ പെന്തക്കോസ്ത് ചർച്ചില് കൺവെൻഷൻ യോഗങ്ങൾക്ക് കടന്നു പോകാറുണ്ട്. ഈ വേദപുസ്തകം വായിക്കുകയും അത് പഠിക്കുകയും ചെയ്തപ്പോൾ പ്രായം കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ പെന്തക്കോസ്തിലെ ദൈവദാസന്മാരെ പ്രസംഗിക്കുന്നത് വേദപുസ്തകത്തിലുള്ളതുപോലെ വേദപുസ്തകവുമായി യോജിച്ചു പോകുന്നത് പെന്തക്കോസ്ത് ദൈവദാസന്മാരുടെ പ്രസംഗമാണ്. അവര് പ്രസംഗിക്കുന്നത്, ദൈവവചനം പ്രസംഗിക്കുന്നത് യഥാർത്ഥമായി ഉള്ളതുപോലെ ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നത് ഈ പെന്തക്കോസ്ത് ദൈവദാസന്മാരാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഞാന് വേദപുസ്തകം വായിപ്പാനും പഠിക്കുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കവേ എനിക്കൊരു സഹോദരി ഈ പെന്തക്കോസ്തുകാരുടെ കറസ്പോണ്ടൻസിന്റെ പുസ്തകം ഒരു
12 പുസ്തകം എനിക്ക് വായിപ്പാനായി തന്നു. അതിനകത്ത് രക്ഷ എന്തെന്നും എങ്ങനെ പെടണമെന്നും എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടുന്നതിന്റെ ആവശ്യകത എന്തെന്നും എപ്രകാരമാണ് സ്നാനപ്പെടേണ്ടതെന്നും വേദപുസ്തകത്തിന്റെ വചനപ്രകാരം സവിസ്താരമായി അതിനകത്ത് എഴുതിയിരുന്നു. വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് അതിനകത്ത് ദൈവദാസൻ രേഖപ്പെടുത്തിയിരിക്കുവാനുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചു, പഠിച്ചു. രക്ഷ എന്തെന്ന് പഠിച്ചു, സ്നാനമെന്തെന്ന് എങ്ങനെ സ്നാനപ്പെടണമെന്ന് പഠിച്ചു. അതിനെ കുറിച്ചൊക്കെ പഠിച്ചു. എന്നാൽ ഞാൻ കത്തോലിക്ക സഭയില് തളിപ്പ് സ്നാനമെടുത്തയാളാണ്. ചെറുപ്പത്തിൽ കുഞ്ഞുനാളില് തളിപ്പ് സ്നാനം എടുത്തയാളാണ്. പിന്നെ എന്തിന് സ്നാനപ്പെടണമെന്ന് ചിന്തിപ്പാറുണ്ടായി. എന്നാൽ വേദപുസ്തകം പഠിച്ചപ്പോൾ അതിനകത്ത് കർത്താവായ യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സില് യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനപ്പെട്ടതായി കണ്ടു. അതുപോലെ എത്യോപ്യ രാജ്ഞിയിൽ ഇവിടെ ഷണ്ടൻ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊക്കെ വായിച്ചു. എന്നാൽ അവരൊക്കെ പ്രായമുള്ളവരായിരുന്നു, പ്രായപൂർത്തിയായവരായിരുന്നു. യേശു ക്രിസ്തു സ്നാനപ്പെട്ടത് 30-ാമത്തെ വയസ്സിലാണ്. എന്നാൽ ഞാൻ കത്തോലിക്ക സഭയിൽ സ്നാനപ്പെട്ടത് ജനിച്ച് തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ തളിച്ച് അവിടുത്തെ പുരോഹിതന് സ്നാനപ്പെടുത്തുവാനിട. എന്നാൽ അത് പിന്നീട് ഞാൻ പഠിക്കുവാനിടയായി തീർന്നപ്പോൾ അത് വേദ വചനപ്രകാരമുള്ള ഒരു സ്നാനമല്ല, അത് ദൈവം അംഗീകരിക്കുന്ന സ്നാനമല്ല. അംഗീകരിക്കുന്നതായിരുന്നുവെങ്കിൽ ഞാൻ കത്തോലിക്ക സഭയിലായിരുന്ന സമയത്ത് നടത്തിയ പ്രാർത്ഥനകളും ചൊല്ലുകളും എല്ലാം ദൈവം കേട്ടിട്ട് ദൈവം ഇടപെടുമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാൻ കഴിയുമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുമായിരുന്നു. ദൈവം എന്നോട് സംസാരിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒന്നും ആ നാളുകളിൽ ഉണ്ടായതേയില്ല. എന്നാൽ പിന്നീട് എൻ്റെ വിവാഹം കഴിഞ്ഞു. 28-30 വയസ്സായപ്പോൾ അവിവാഹിതനായി. അപ്പോ ഈ മുൻപ് എൻ്റെ വീട്ടിൽ കടന്നു വന്നുകൊണ്ടിരുന്ന ദൈവദാസൻ പ്രാർത്ഥനയ്ക്കായി അപ്പോഴും എൻ്റെ വീട്ടിൽ വരും. അന്ന് ഞാൻ സ്നാനത്തെ കുറിച്ച് പഠിച്ചിരുന്നു, രക്ഷയെക്കുറിച്ച് പഠിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ അറിയാൻ വീണ്ടും ജനനം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പഠിച്ചിരുന്നു. എന്നാൽ കത്തോലിക്ക സഭ വിട്ട് പോരുവാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഒരു ദിവസം വിവാഹം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞതിന് ശേഷം പെന്തക്കോസ്തിലെ ദൈവദാസൻ എൻ്റെ ഭവനത്തിലേക്ക് വന്നു. അന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ സ്നാനപ്പെടണമെന്ന് താൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. സ്നാനപ്പെടുവാനുള്ള മനസ്സൊരുക്കം എനിക്കുണ്ടെങ്കിലും പെന്തക്കോസ്ത് ചർച്ചിൽ പോയാൽ അവര് അങ്ങോട്ട് തുടരുത്, പിടിക്കരുത്, നിൽക്കരുത്, നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിയന്ത്രണം വയ്ക്കുന്ന ഒരനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ട്, എൻ്റെ സന്തോഷം കെട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് സ്നാനപ്പെടുവാൻ തയ്യാറായില്ല. ആ ദേവദാസനോട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. അന്ന് രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ കിടക്കയ്ക്ക് മുകളില്, അതായത് കാൽപാദത്തിന് മുകളിലായിട്ട് ഈ ദൈവദാസൻ എന്നോട് ഇങ്ങനെ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അന്ന് രാത്രിയില്
ഞാൻ കിടന്നുറങ്ങിയ സമയത്ത് ഈ ദൈവദാസൻ എൻ്റെ കാൽപാദത്തിന്റെ മുകളിൽ നിന്ന് പറന്നിറങ്ങി വന്ന് മുകളിൽ നിന്ന് ദൈവദാസന്റെ കരങ്ങളില് ഒരു വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം രണ്ടു കൈയിലും അത് പിടിച്ചുകൊണ്ട് എൻ്റെ നേരെ നീട്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് വാങ്ങുക എന്ന് പറഞ്ഞു. ഞാന് കിടന്ന കിടപ്പില് അനങ്ങിയില്ല, നോക്കിക്കിടന്നതല്ലാതെ കൈ ചലിപ്പിച്ചില്ല, കാല് ചലിപ്പിച്ചില്ല. അങ്ങനെ നോക്കിക്കിടന്ന സമയത്ത് ആ ദൈവദാസൻ ആ മുണ്ടും ഷർട്ടും ഇടത് കൈയിലേക്ക് മാറ്റിയിട്ട് എൻ്റെ നേരെ വലത് കയ്യിലെ ചൂണ്ടുവിരൽ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ അപ്പൻ നശിച്ചു പോയതുപോലെ നീ നശിച്ചു പോകരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഡ്രസ്സുമായി അദ്ദേഹം പറന്ന് മുകളിലേക്ക് കയറിപ്പോയി. ഇതായിരുന്നു ഞാൻ കണ്ട സ്വപ്നം. അദ്ദേഹം പിറ്റേ ആഴ്ചയിലാണ് പ്രാർത്ഥിപ്പാനായി വന്ന സമയത്ത് ഞാൻ ഈ അനുഭവം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ സ്നാനത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ട് നീ അത് ഗൗനിച്ചില്ല. എന്നാൽ ദൈവം നിന്നോട് ഇടപെട്ടതാണ് എന്ന് പറയുവാനിടയായി. എൻ്റെ അപ്പൻ സ്വഭാവ ദൂഷ്യമുള്ള ആളായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ അപ്പൻ മരണപ്പെട്ടു പോയിരുന്നു. എൻ്റെ അപ്പൻ സമയമെടുത്ത് ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നയാളായി, വിശുദ്ധി പാലിച്ചു നിന്നയാളായി. പക്ഷേ അദ്ദേഹം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നില്ല, വീണ്ടും ജനനം പ്രാപിച്ചില്ല, കത്തോലിക്ക സഭ വിട്ട് മാറിയില്ല. അവിടെ നിന്നുകൊണ്ടാണ് താൻ പ്രാർത്ഥിക്കുവാനും പാടുവാനുമൊക്കെ ഇടയായത്. ഇപ്പോൾ ദൈവദൂതൻ എന്നോട് ഇടപെട്ടിട്ട് എന്നോട് പറയുകയാണ്, നിന്റെ അപ്പൻ നശിച്ചു പോയതുപോലെ നീ നശിച്ചു പോകരുത്. അപ്പോഴെന്നെ വിശുദ്ധി പാലിച്ച് പ്രാർത്ഥിച്ച അപ്പൻ എവിടെ പോയി? നാശത്തിലേക്ക് നീ പതിപ്പാനിടയായി എന്ന് എനിക്ക് മനസ്സിലായി. ദൈവം എന്നോട് സംസാരിച്ചു. 2 മാസത്തിന് ശേഷം ഞാൻ ആ വീട്ടിൽ വന്ന് പ്രാർത്ഥിപ്പാൻ വന്ന ദൈവദാസന്റെ കൈക്കീഴില് അദ്ദേഹത്തിന്റെ സഭയിൽ പോയി സ്നാനപ്പെടുവാനിടയായി. ആ ഒരു വ്യക്തിയെ ആ ദൈവം മുന്നമേ കണ്ടിരിക്കുന്നുവെങ്കിൽ ആ ദൈവം നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. എനിക്ക് പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും ഉണ്ടായിരുന്നിട്ടല്ല ദൈവം എന്നെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നത്. യോഗ്യത എന്ന് പറയുവാൻ എൻ്റെ ജീവിതത്തിൽ യാതൊന്നുമില്ല. ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ വീഴുവാനിടയായി. അവനെന്നോട് കരുണ തോന്നിയത് കൊണ്ട് അവൻ്റെ കരുണപ്രകാരം കൃപപ്രകാരം എന്നെ രക്ഷിപ്പാനിടയായി തീർന്നു. അതിനുശേഷം ജീവിതത്തിൽ ഉടനീളം പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വന്നതിന് ശേഷം, രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന് ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നത് വലിയ അനുഭവമാണ്. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവിനോട് പറയുവാനിടയായി, ഞാൻ നിന്നെ അത്ഭുതങ്ങൾ കാണിക്കും. അത് ഞാൻ സ്നാനപ്പെട്ടിട്ട് ഏകദേശം 30 വർഷത്തോളമായി. അന്ന് തൊട്ട് ഇന്നയോളം എണ്ണിപ്പറയാൻ കഴിയാത്ത അതിശയങ്ങള്, അത്ഭുതങ്ങള് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ചെയ്യുവാനിടയായി. എൻ്റെ കൺമുമ്പില് ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്, അവൻ എന്നെ അത്ഭുതം ചെയ്യുന്നത്, മനുഷ്യർക്ക് അസാധ്യമായത് എൻ്റെ കൺമുമ്പിൽ ദൈവം ചെയ്ത് കാണിപ്പാൻ തക്കവണ്ണമിടയായി. അതൊരിക്കലും എണ്ണിപ്പറയുവാൻ കഴിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ വേദപുസ്തകം വായിച്ചിട്ട് ഞാൻ അറിഞ്ഞതല്ല. ദൈവദാസന്മാരുടെ പ്രസംഗം കേട്ടിട്ട് യേശുവിനെ അറിഞ്ഞതല്ല. കർത്താവായ യേശു എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്ത് ഞാനാണ് അത്ഭുതവാനായ ദൈവം. ഞാൻ അത്ഭുതവാനാണ്.
ഞാൻ കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, ആ അത്ഭുതം ചെയ്യുവാൻ മതിയായവൻ, ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് എന്നെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുവാനായി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശുവിൽ വിശ്വാസമുണ്ടായത്, യേശുവിനെ അനുഭവിച്ചറിയുവാനിടയായി. കേൾവിക്കാരായ സഹോദരങ്ങളെ, നിങ്ങളും ഈ കർത്താവായ യേശുവിനെ അനുഭവിച്ചറിയുവാനിടയായി. നാം കേട്ട് കേൾവിയല്ല, കടങ്കഥ പോലെ കേട്ട് പഠിക്കുകയല്ല, വായിച്ചു പഠിക്കുകയല്ല. നാം കർത്താവായ യേശുവിനെ അനുഭവിച്ചറിയുവാനിടയായി. നാം ആ ദൈവസന്നിധിയില് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ട് ആ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനാവീരായി നിൽക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥനയുടെ നടുവില് അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാണ്. അത്ഭുതങ്ങൾ കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ നാം കർത്താവായ യേശുവിനെ വിശ്വസിപ്പാനിടയായി. നമ്മുടെ അനുഭവമാകട്ടെ വിശ്വാസം. നാം കർത്താവിനെ അനുഭവിച്ചറിയുക തന്നെ വേണം. നാം വിശ്വസിക്കുക മാത്രമല്ല, അത് അനുഭവിച്ച് അറിയുവാനിടയാണ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും അനന്യനായ ദൈവം, അവൻ അത്ഭുതങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. ഈ സന്ധ്യായാമത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിരന്തരം ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങള് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ അടുത്തു വരുന്നുവെങ്കിൽ, അത്ഭുതം ചെയ്യുവാൻ, വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മതിയായവൻ തന്നെ. ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം ഈ വൈകിയ വേളയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ.